ഞാൻ ജസ്റ്റ് ഗൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. വർണ്ണപുഷ്പങ്ങളും ഹരിതഭംഗിയും നിറഞ്ഞ പ്രകൃതിയുടെ സുന്ദരകാലമാണ് വസന്തം. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്തെ വസന്തകാല ഉത്സവത്തെയും ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പ്രകൃതിയെ, ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ സീസൺസ്, അതിനനുസരിച്ച് മാറുന്ന പ്രകൃതിയെക്കുറിച്ചുമാണ് മുകേഷ് നൗട്ടിയാലിന്റെ ഈ ലേഖനം. ആദ്യം തന്നെ നമുക്ക് മുകേഷ് നൗട്ടിയാലിന്റെ ജസ്റ്റ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. പ്രൊഫൈൽ എടുക്കുന്നത് നമ്മളുടെ അച്ചു ആണ്. അച്ചു, സാറേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. സാറേ അത് ഫുള്ള് പറഞ്ഞിട്ടും പിന്നെ അതിന്റെ മലയാളം പറഞ്ഞാൽ മതിയാ? മതി മതി മതി. തുടങ്ങിക്കോട്ടെ സാറേ. ഓക്കെ, തുടങ്ങിക്കോ മോനെ. मुकेश नौटियाल, जन्म 4 जुलाई 1961, रुद्रप्रयाग उत्तराखंड। आप उत्तराखंड भाषा रुद्रप्रयाग, संसद, रुद्रप्रयाग रुद्रप्रयाग, उत्तराखंड। आप उत्तराखंड भाषा संसदा के सदस्य होने के साथ साथ साहित्य, पत्रिका, लेख गंगा आदि के सहायक संपादक भी है। आपकी कहानियों का संकलन चमकदा चमकदा रहेंगे चमकदा रहेंगे रहेगा, सिल्लीगा के स्वीलिंगम, नाम सिलीगम के नाम से प्रकाशित हुआ है। हिमालय की कहानियों आपका बलकदा बालकदा, बालकदा. बालकदा संग्रह है। ഓക്കെ, പറഞ്ഞോ. മുകേഷ് നൗട്ടിയാൽ 1971 ജൂലൈ 4-ാം തീയതി ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ജനിച്ചു. രുദ്രപ്രയാഗ് എന്ന സ്ഥലത്ത് ജനിച്ചു. ഓക്കെ. ഉത്തരാഖണ്ഡിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗം എന്നതിനോടൊപ്പം സാഹിത്യക പത്രിക ലോകഗംഗ എന്നീ മാസികകളുടെ അസിസ്റ്റന്റും എഡിറ്ററുമാണ്. ഓക്കെ, അർത്ഥം കൂടെ പറ. ഏത് അസിസ്റ്റന്റ് എഡിറ്ററിന് ഹിന്ദി എന്തോ അവിടെ ഉപയോഗിച്ചേക്കുന്നത്? കുട്ടികൾ അർത്ഥം എഴുതിയിട്ടെ. സാഹിത്യക പത്രിക അല്ല, അസിസ്റ്റന്റ് എഡിറ്ററിന് പറയേണ്ടത് സഹായക് സമ്പാദക്. സമ്പാദകാണ് എഡിറ്റർ. സഹായ സമ്പാദക, അസിസ്റ്റന്റ് എഡിറ്റർ. ഓക്കെ. ഓക്കെ സാറേ. ചംകദ രഹേംഗെ സില്ലിഗം എന്ന പേരിൽ കഥാസംഗ്രഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രകാശിത് ഹുവാ ഹെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിമാലയത്തിലെ കഥകളും അദ്ദേഹത്തിന്റെ ബാലകഥാസംഹാരമാണ്. ഹിമാലയക്ക് കഹാനി, ഹിമാലയത്തിന്റെ കഹാനി അല്ലെ കഥകൾ എന്ന് പറയുന്നത് ബാലകഥാ സംഗ്രഹമാണ്. വെരി ഗുഡ് അച്ചു. അച്ചു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായോ മുകേഷ് നൗട്ടിയാലിനെ കുറിച്ച് അച്ചു പറഞ്ഞത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ചുവിനോട് ചോദിക്കുക. അച്ചു എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും പറഞ്ഞു തരാം. എല്ലാവർക്കും മനസ്സിലായോ? അച്ചുവിനൊരു പ്രോത്സാഹനം കൊടുക്കുക നിങ്ങള്. ഓക്കെ, എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ അച്ചുവിന്. ഓക്കെ 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 ഓക്കെ. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം ക്ലാപ്പ് ചെയ്യാൻ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം ക്ലാപ്പ് ചെയ്യാൻ. ഓക്കെ 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 ഓക്കെ. ദെൻ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത് ജസ്റ്റിൻ ആണ്. ജസ്റ്റിൻ, ആർ യു റെഡി? യെസ്. ഓക്കെ, പേജ് നമ്പർ പറഞ്ഞു കൊടുത്തോ ജസ്റ്റിൻ. പേജ് നമ്പർ 68. എല്ലാരും 68 എടുക്കൂ. ചോദിക്കേ എല്ലാരും എടുത്തോന്നൊക്കെ ചോദിക്കൂ ജസ്റ്റിൻ. മറുപടി കൊടുക്ക്. ഓക്കെ ഓക്കെ. ജസ്റ്റിൻ തുടങ്ങിക്കോ. ബസന്ത് മേര ഗാവ് കാ, എന്റെ ഗ്രാമത്തിലെ വസന്തം. മകർ സംക്രാന്തി കോ ബാദ് सूरज 15 जुलाई को शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാജുലി കൊടുമുടികളിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് നീങ്ങുന്നു. അർത്ഥോടെ പറഞ്ഞു കൊടുക്ക് ഓരോന്നിന്റെ. മകരസംക്രാന്തി, ചൗക്കമ്പ കൊടുമുടി. ചൗക്കമ്പ എന്ന് വെച്ചാൽ കൊടുമുടിയുടെ പേരാണ്.
ചൗഖമ്പ എന്ന് പറഞ്ഞ കൊടുമുടിയുടെ പേരാണ്. പർവ്വതം, ശിഖരവും ആണ് കൊടുമുടി. ഓക്കെ ശിഖരം കൊടുമുടി. ഓക്കെ. പീക്ക്. കിസ്കിന തെന്നുക. കിസ്ന നീങ്ങുക. ഉം. ഓക്കെ. ഓക്കെ. എല്ലാരും സ്ക്രീൻ ഓപ്പൺ സ്കൂളിംഗ് സപ്പോർട്ട് ഒന്ന് പിൻ ചെയ്തേ. പഞ്ചാജലി മൗണ്ടെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാരും ഒന്ന് നോക്കിക്കേ. കാണാമോ? ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ നോക്ക്. കണ്ടോ പഞ്ചാജലി? കാണാം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. നിസി രണ്ടാമത്തെയും കൂടെ ഒന്ന് ഇട്ടേ. രണ്ടാമത്തെ ചൗക്കംഭ. കണ്ടോ ചൗക്കംഭ? ഉത്തരാഖണ്ഡിലെ മലകളാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ ഓക്കെ. എല്ലാരും കണ്ടല്ലോ. ഓക്കെ. എല്ലാവർക്കും ആ വരിയുടെ ജസ്റ്റിൻ അവരോട് ചോദിക്കും, എല്ലാവർക്കും ആ വരി അർത്ഥം മനസ്സിലായെന്നൊക്കെ ചോദിക്കും. മനസ്സിലായി. ഓക്കെ, മനസ്സിലായെന്ന് പറഞ്ഞു. ദെൻ കണ്ടിന്യൂ. दादी कहती थी कि चोट तक सूरज जेठ तक सूरज हर सुबह बलिष्ठता पर मारता है. മുത്തശ്ശി പറയാറുണ്ട്, ജ്യേഷ്ഠമാസത്തിൽ സൂര്യൻ ഒരു ചാൺ ദൂരത്തിൽ കുതിച്ചു ചാടുന്നു. വരികളുടെ അർത്ഥത്തോടെ പറഞ്ഞു കൊടുക്ക്. എന്താണ് വേർഡ്സിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്ക്. ബാലിഷ്ത്. ഒരു ചാണ്ട് ദൂരം. അതായത് സൂര്യൻ നീങ്ങുന്ന അതിന് ഹിന്ദിയിൽ പറയുന്ന ഒരു മെഷർമെന്റ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബാലിഷ്ത്. ജ്യേഷ്ഠ മാസം എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ആ സമയത്ത് ആ ഒരു മാസത്തെ കുറിച്ചാണ് ജ്യേഷ്ഠ മാസം എന്ന് പറയുന്നത്. ഓക്കെ. മാർത്ത എടുത്തു ചാടുക. അതായത് മുത്തശ്ശി പറയാറുണ്ടെന്ന്, ജ്യേഷ്ഠമാസത്തിൽ സൂര്യൻ ഒരു ചാൺ ദൂരത്തിൽ നീങ്ങുന്നുണ്ട് എന്ന്. ഓക്കെ, കണ്ടിന്യൂ. 15 जुलाई को चौकंबा तक पहुंचने में सूरज को पूरे 4 महीना का समय लगा जाता है. അർത്ഥം പറഞ്ഞേ. 15 ജൂലൈയിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് സൂര്യൻ എത്തുമ്പോൾ 4 മാസം എടുക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അവര് പഞ്ചാജുലിയിൽ നിന്ന് ചൗക്കമ്പയിലോട്ട് എത്തുമ്പോൾ സൂര്യൻ എത്തുമ്പോൾ ഏകദേശം 4 മാസം എടുക്കും. പഞ്ചാജലി പർവ്വതത്തിൽ നിന്ന് ചൗക്കമ്പ പർവ്വതത്തിലോട്ട് എത്തുമ്പോൾ 4 മാസം എടുക്കുമെന്ന്. സൂര്യൻ അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും ദൂരം സൂര്യൻ ഒരു ചാൺ ദൂരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ജസ്റ്റിൻ പറഞ്ഞത്. ജസ്റ്റിൻ ആ പാരഗ്രാഫ് അതിന്റെ മാത്രം മലയാളം ഒന്ന് പറഞ്ഞേ. മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാജലി കൊടുമുടിയിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് നീങ്ങുന്നു. മുത്തശ്ശി പറയാറുണ്ട്, ജ്യേഷ്ഠമാസത്തിൽ സൂര്യൻ ഒരു ചാൺ ദൂരത്തിലേക്ക് കുതിച്ചു ചാടുമെന്ന്. 5 ജൂലൈയിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് സൂര്യൻ എത്തുമ്പോഴേക്കും 4 മാസം എടുക്കും. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റിനോട് ചോദിക്കാം. വേർഡ്സിൽ സംശയം ഉണ്ടെങ്കിലും ജസ്റ്റിനോട് ചോദിക്കാം, പറഞ്ഞു തരും. ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ. 15 जुलाई को 5 बर्फानी चोटियां और चौकंबा को 4 शिखरों को एने बीच में जो पहाड़ों नजर आ रहे हैं वह नंद पर्वत है. ഒന്ന് ആ തേർഡ് സ്ലൈഡ് ഒന്ന് ഇടണേ. നിസി ഒന്ന് തേർഡ് സ്ലൈഡ് ഇടണേ. ഓക്കെ. ജസ്റ്റിന് അർത്ഥം പറഞ്ഞേ. പഞ്ചാജുലിയുടെ 5 കൊടുമുടികളുടെയും ചൗക്കമ്പയുടെ 4 കൊടുമുടികളുടെയും നടുക്കായി കാണപ്പെടുന്ന പർവ്വതമാണ് നന്ദപർവ്വതം. നന്ദാപർവ്വതം നിങ്ങൾ കണ്ടോ? സ്ക്രീനിൽ കാണാം നന്ദാപർവ്വതം. പഞ്ചാജലിയുടെ 4 കൊടുമുടികളുടെയും അതുപോലെ തന്നെ പഞ്ചാജലിയുടെ 5 കൊടുമുടികളുടെയും ചൗക്കമ്പയുടെ 4 പർവ്വതങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പർവ്വതമാണ് നന്ദാപർവ്വത്.
കണ്ടോ? നന്ദപർവ്വതെന്നോ നന്ദാപർവ്വതെന്നോ പറയാം. കണ്ടോ? നിങ്ങൾ കണ്ടോ? പിക്ചർ കണ്ടു കണ്ടോ? കണ്ടു നന്ദാപർവ്വത്. കണ്ടു കണ്ടു. സാഹിബ്. ഓക്കെ ഓക്കെ. ചോട്ടി ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ. കൊടുമുടി. ശിഖരം കൊടുമുടി. ശിഖരവും പർവ്വതം, ചോട്ടിയും കൊടുമുടി. പീക്കിന് മൗണ്ടെയിൻസിനെക്കാട്ടി ഇച്ചിരിയുടെ ഉയരം കൂടുതലായിരിക്കും. അതാ ഡിഫറൻസ്. ഏൻ ശിഖരം കൃത്യമായി. ഓക്കെ, കണ്ടിന്യൂ. सूरज पंजाजुली से खिसकर जब नंद पर्वत तक पहुंचता है तो पहाड़ों में पीले फूल ഫ്യൂലിക്ക് खिलने के ഫ്യൂലിക്ക് प्यूली के पीले फूल खिलने लगाते हैं. ലഗ്തേ ഹേ. ഓക്കെ, അർത്ഥം പറഞ്ഞോ. സൂര്യൻ പർവ്വതത്തിൽ നിന്ന് നന്ദ പർവ്വതത്തിലേക്ക് എത്തുമ്പോൾ ഫ്യൂലിയുടെ മഞ്ഞപ്പൂക്കൾ പർവ്വതങ്ങളിൽ വിടരാൻ തുടങ്ങുന്നു. ഫ്യൂലി ഫ്ലവർ കിടക്കുന്ന പേജ് നമ്പർ പറഞ്ഞു കൊടുക്ക് ജസ്റ്റിൻ. 84, പേജ് നമ്പർ 84. എല്ലാരും 84 എടുത്തേ. കണ്ടോ ഫ്യൂലി മഞ്ഞപ്പൂവ്? ചോദിക്ക് ജസ്റ്റിൻ. കണ്ടോ? കണ്ടു. ഓക്കെ. पहाड़ों टालने पर खूबसूरती से खड़े सीटी नुमा खेतों के गेहूं की हरियाली को बीच सरसों की पिलाई पसर जाती है. ഓക്കെ, പറഞ്ഞോ. പർവ്വതങ്ങളുടെ താഴ്വരയിൽ ഈ തട്ടുകളായി മനോഹരമായി ഒരുക്കിയിരിക്കുന്ന വയലുകളിൽ ഗോതമ്പ് ശരിയാ പറയുന്നത്, പറഞ്ഞോ. ചെടികൾക്കിടയിൽ കടുകിന്റെ മഞ്ഞ നിറം വ്യാപിച്ചിരിക്കുന്നു. ആ 84 പേജിൽ ഇങ്ങനെ മൗണ്ടെയിൻ തട്ടായിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഫ്യൂലി ഫ്ലവറിന്റെ താഴെയായിട്ട്. അതായത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നന്ദാപർവ്വതത്തില് എന്താണ് തട്ടായിട്ട് മൗണ്ടെയിൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കൃഷിയുണ്ട്, ഗേഹും. അതിന്റെ ഇടയിൽ തന്നെ അവര് നമ്മുടെ സർസോം കടുകിന്റെ കൃഷിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാസം എത്തുമ്പോഴത്തേക്ക് കടുകിന്റെ മഞ്ഞ നിറവും കാണാം എന്നാണ് എഴുത്തുകാരനോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പിടികിട്ടിയോ? പഹാഡി ഡലാനെ മലഞ്ചെരിവ്, കുബ്സൂരത്തി മനോഹരമായി, സീഡീനുമ തട്ടുതട്ടായ വയലുകൾ, സർസേം കടുക്. ജസ്റ്റിൻ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കാതെ. ബസന്ത് continue. ഔരാനെ ലഗാത്തെ ഹൈ. ലഗ്താ ഹേ. പറഞ്ഞേ. വസന്തം വിടരാൻ തുടങ്ങുന്നു. വസന്തം വിടരാൻ തുടങ്ങുന്നു. ഓക്കെ, ഈ പാരഗ്രാഫിന്റെ അർത്ഥം മാത്രം ഒന്ന് പറഞ്ഞേ. പഞ്ചാഞ്ജലിയുടെ 5 കൊടുമുടികളുടെയും ചൗക്കമ്പയുടെ 4 കൊടുമുടികളുടെയും നടുവിലായി കാണപ്പെടുന്നതാണ് നന്ദപർവ്വതം. സൂര്യൻ പഞ്ചാഞ്ജലി ഈ പർവ്വതത്തിൽ നിന്നും നന്ദപർവ്വതത്തിൽ എത്തുമ്പോഴേക്കും മഞ്ഞ നിറത്തിലുള്ള ഫ്യൂലി പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. കറക്റ്റാ, പറഞ്ഞോ. മലഞ്ചരിവുകളിൽ തട്ടായി ക്രമീകരിച്ചിരിക്കുന്ന വയലുകളിൽ ഗോതമ്പ് ചെടികൾക്കിടയിൽ കടുകിന്റെ മഞ്ഞ നിറം വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വസന്തം വിടരാൻ തുടങ്ങുന്നു. എല്ലാവർക്കും സെക്കൻഡ് പാരഗ്രാഫ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി. ബാക്കിയുള്ളവരുടെ കമന്റ് പറ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലേ ക്ലാസ് എടുക്കുന്നേ, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യ്. മനസ്സിലായി. ഓക്കെ, എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു ക്ലാപ്പ് കൊടുത്തേ ജസ്റ്റിന്. വെരി ഗുഡ് ജസ്റ്റിൻ, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, ദെൻ ഗോപിക, ആർ യു റെഡി ഗോപിക? യെസ്. ഓക്കെ, തുടങ്ങിക്കോ. പറഞ്ഞാട്ടെ. പറഞ്ഞോ. बसंत फूलदेई का त्योहार लेकर आता है. വസന്തം പുഷ്പദേവതയുടെ ഉത്സവമായി കടന്നുവരുന്നു. ഫൂൽദേയി പുഷ്പദേവത.
എഴുതിക്കോളോ. ത്യോഹാർ ഉത്സവം എഴുതിയില്ലേ? ആ ദേർ ശ്യാം തക് ബച്ചെ ഫൂൽ ചുൻതേ ഹേ. സന്ധ്യ കഴിയുന്നത് വരെ കുട്ടികൾ പൂക്കൾ പെറുക്കുന്നു. ചുനിന പെറുക്കുക. ചുനിന പെറുക്കുക. इन फूलों को रिंगाल बांस की एक प्रजाति से बनी खास तरह की टोकरियों में रखा जाता है. ഈ പൂക്കളെല്ലാം മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക തരം കുട്ടകളിൽ വെക്കുന്നു. റിങ്കാൽ ഒരിനം മുള, ഒരു പ്രത്യേക തരം മുളയാണ്. ടോക്കരി കുട്ട എഴുതിയില്ലേ? ടോക്കരി കുട്ട. टोकरियों को रात भर पानी से भरी गागरों के ऊपर रखा जाता है ताकि वे सुबह तक मुरझा न पाए. വോന്നാണേ, വേന്നല്ല, വോന്ന. sorry. പ്രഭാതം വരെ പൂക്കൾ വാടാതിരിക്കാൻ ഈ കുട്ടകൾ രാത്രി മുഴുവനും വെള്ളം നിറച്ച കുടങ്ങളുടെ മുകളിൽ വെക്കുന്നു. ഗാഗരോ കുടങ്ങൾ. സാറ് വേഗം തന്നെയാ. ആണോ? എന്റെ ടെക്സ്റ്റ് ബുക്കിൽ വോന്ന. വേഗതില് ഗാഗരം എഴുതിയില്ലേ? കുട്ട അല്ല സോറി കുടം എഴുതിയില്ലേ? सुबह पव फटते ही बच्चों की टोलियां गांव भर में घूमती है. घूमती है. घूमती है. घूमती है. സോറി, ഞാൻ ഇവിടെ മീനിങ് എഴുതിയിട്ട കാരണം घूमती है. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ കുട്ടികളുടെ സംഘം ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങുന്നു. പിछली शाम चुने गए फूल घरों की देहरियों पर सजाए जाते हैं. തലേ ദിവസം വൈകുന്നേരം പെറുക്കിയ പൂക്കൾ കൊണ്ട് വീടുകളുടെ വാതിൽപ്പടികൾ അലങ്കരിക്കുന്നു. ദേഹരിയോം വാതിൽപ്പടി. സജായെ ജാത്തെ ഹേ അലങ്കരിക്കുക. जिनके घरों में फूल सजाए जाते हैं वे बच्चों को चावल गुड़ दाल आदि देते हैं. ആരുടെ വീടുകളാണോ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് അവർ കുട്ടികൾക്ക് അരി, ശർക്കര, പരിപ്പ് മുതലായവ നൽകുന്നു. ചാവൽ അരി, ഗുഡ് ശർക്കര, दाल परिप एഴുതിയില്ലേ? दक्षिणा में मिली यह सामग्री पूरे 21 दिन तक इकट्ठा की जाती है. ദക്ഷിണയായി ലഭിക്കുന്ന ഈ സാധനങ്ങൾ 21 ദിവസം വരെ ശേഖരിക്കുന്നു. 21. फूलदेई की विदाई के साथ बसंत का यह उत्सव समाप्त हो जाता है. പുഷ്പദേവത വിട പറയുന്നതോടെ വസന്തോത്സവം അവസാനിക്കുന്നു. വിദായി വിട പറയുക. अंतिम दिन इकट्ठी की गई सामग्री से सामूहिक भोज बनाया जाता है. അവസാന ദിവസം ശേഖരിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് സമൂഹ സദ്യ തയ്യാറാക്കുന്നു. സാമൂഹിക ഭോജ്, समूह सद्या. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक सीमित होती है. ഈ പരിപാടിയിൽ
മുതിർന്നവരുടെ പങ്ക് ഉപദേശം നൽകുന്നത് മാത്രമായി പരിമിതമാണ്. ആയോജൻ ഏർപ്പാട്. ഭൂമിക പങ്ക്. സലാ ഉപദേശം. ഉപദേശം. ആയോജന് അറേഞ്ച്മെന്റ് എന്നും അർത്ഥമുണ്ട് കേട്ടോ. പറയട്ടെ ബാക്കി. ഓക്കെ ഓക്കെ കണ്ടിന്യൂ. ബാക്കി സാരെ കാം ബच्चे करते हैं. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യും. उत्तराखंड के हिमालयी अंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് ഫൂൽദേയി ഉത്സവത്തെക്കാൾ വലുതായി കുട്ടികളുടെ മറ്റൊരു ഉത്സവമില്ല. കുട്ടികളുടെ വലിയൊരു ഓക്കെ ഉത്സവം അവിടെ ഫൂൽദേയി എന്നാണ് പറഞ്ഞത്. ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗോപിക ഒന്നുകൂടെ ഒന്ന് മാത്രം മലയാളം മാത്രം അവർക്കൊന്ന് കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞേ. വസന്തം പുഷ്പദേവതയുടെ ഉത്സവമായി കടന്നു വരുന്നു. സന്ധ്യ കഴിയുന്നതുവരെ കുട്ടികൾ പൂക്കൾ പെറുക്കുന്നു. ഈ പൂക്കളെല്ലാം മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക തരം കുട്ടകളിൽ വെക്കുന്നു. പ്രഭാതം വരെ പൂക്കൾ വാടാതിരിക്കാൻ ഈ കുട്ടകൾ രാത്രി മുഴുവനും വെള്ളം നിറച്ച കുടങ്ങളുടെ മുകളിൽ വെക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ കുട്ടികളുടെ സംഘം ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങുന്നു. തലേ ദിവസം വൈകുന്നേരം പറക്കിയ പൂക്കൾ കൊണ്ട് വീടുകളുടെ വാതിൽപ്പടികൾ അലങ്കരിക്കുന്നു. ആരുടെ വീടുകളാണോ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് അവർ കുട്ടികൾക്ക് അരി, ശർക്കര, പരിപ്പ് മുതലായവ നൽകുന്നു. ദക്ഷിണയായി ലഭിക്കുന്ന ഈ സാധനങ്ങൾ 21 ദിവസം വരെ ശേഖരിക്കുന്നു. പുഷ്പദേവത വിട പറയുന്നതോടെ വസന്തോത്സവം അവസാനിക്കുന്നു. ശേഖരിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് അവസാന ദിവസം സമൂഹ സദ്യ തയ്യാറാക്കുന്നു. ഈ പരിപാടിയിൽ മുതിർന്നവരുടെ പങ്ക് ഉപദേശം നൽകുന്നത് മാത്രമായി പരിമിതമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുട്ടികളാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് ഫൂൽദേയി ഉത്സവത്തെക്കാൾ വലുതായി കുട്ടികളുടെ മറ്റൊരു ഉത്സവമില്ല. വെരി ഗുഡ് ഗോപിക, വളരെ നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് അർത്ഥം എടുത്ത് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നന്നായിട്ട് ഗോപിക പറഞ്ഞു. എല്ലാരും ഗോപികയ്ക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ് ഗോപിക. ദെൻ ആര്യ രാജേഷ്. ആര്യ ഇല്ലയോ? ഓക്കെ. Are you ready? Yes. Okay. Start ചെയ്തോ. उधर बच्चे फुलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाऊ की थाप पर चैती गीत गाते हैं. ഒരു വശത്ത് കുട്ടികൾ പൂക്കൾ കൊണ്ടുള്ള ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. മറ്റൊരു സൈഡില് ഈ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുതിർന്നവർ ചൈത്രഗീതം ആലപിക്കുന്നു. कंटिन्यू. इन गीतों में पांडवों की हिमालय यात्रा की किस्से होते हैं और पहाड़ के वीरों की शैर गाथाएं भी शामिल होती है. ഈ പാട്ടുകള് പാണ്ഡവരുടെ ഹിമാലയ യാത്രയെ കുറിച്ചാണ് പാടുന്നത്. ഈ ചൈത്രഗീതത്തില് പാണ്ഡവരുടെ ഹിമാലയ യാത്രയെ കുറിച്ചാണ് പാടുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കാറുണ്ട്. परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में दमकते हैं. ഈ പരമ്പരാഗത രീതിയിൽ ചൈത്രഗീതം ആലപിക്കുന്നവരെയാണ് ഔജികൾ എന്ന് പറയുക. तो वहां परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में दमकते हैं
तो वहां बीट जम जाती है। बसंत में संगीत के सुर घुल जाते हैं. പരമ്പരാഗത രീതിയിൽ ചൈത്രഗീതം ആലപിക്കുന്നവരെയാണ് ഔജികൾ എന്ന് പറയാ. ഇവര് ഗ്രാമത്തിൽ എത്തിയാൽ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവും. പിന്നെ വസന്തത്തില് സംഗീതത്തിന്റെ സ്വരവും അലിഞ്ഞു ചേരുന്നു. ഓക്കെ. ആർക്കേലും ഏതെങ്കിലും വേർഡ്സിന്റെ അർത്ഥം വേണമെങ്കിൽ ആര്യയോട് ചോദിക്കുക, ആര്യ പറഞ്ഞു തരും. ആർക്കേലും ഉണ്ടോ? ചോദിച്ചേ ആര്യ. ഇനി ഞാൻ ചോദിക്കുന്നോണ്ടാണോ അവര് പറയാത്തത്? ആർക്കെങ്കിലും അർത്ഥം ഏതെങ്കിലും അറിയാത്തതുണ്ടോ? ഏതാ വേദ? ജഷൻ. പറഞ്ഞു കൊടുക്ക്. ഫെസ്റ്റിവൽ. വേറെ ഏതെങ്കിലും വേർഡ് ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ആര്യ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് മലയാളത്തിൽ പറഞ്ഞേ ആ പാരഗ്രാഫ് ആര്യയുടേത്. ഒരു വശത്ത് കുട്ടികൾ പൂക്കൾ കൊണ്ടുള്ള ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. മറ്റൊരു വശത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുതിർന്നവർ ചൈത്രഗീതം ആലപിക്കുന്നു. അതാ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവർ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവർ ആ പാടുന്നതിന് അവിടെ പറഞ്ഞാണ് ചൈത്രഗീത്, പാട്ട്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ. ഈ പാട്ടുകൾ പാണ്ഡവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ചുള്ള കഥകളാണ്. പരമ്പരാഗത രീതിയിൽ ചൈത്രഗീതം ആലപിക്കുന്നവരെ ഔജികൾ എന്ന് അറിയപ്പെടുന്നു. ഇവർ ഗ്രാമത്തിൽ എത്തിയാൽ അവർക്ക് ചുറ്റും ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടാകും. വസന്തത്തിൽ സംഗീതത്തിന്റെ സ്വരവും അലിഞ്ഞു ചേരുന്നു. ഓക്കെ, ഇങ്ങനെ അവര് പരമ്പരാഗത രീതിയിൽ ആ ചൈത്രഗീതം ആലപിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവരോടൊപ്പം കൂടുകയും അതുപോലെ തന്നെ അവരുടെ ആ പാട്ട് അവരാ ഇൻസ്ട്രുമെന്റിലൂടെ പുറപ്പെടുപ്പിക്കുന്ന ആ ശബ്ദം അവിടുത്തെ ആ വായിൽ മൊത്തം ഇങ്ങനെ തങ്ങി നിൽക്കും എന്നാണ് ആര്യ പറഞ്ഞത്. വെരി ഗുഡ് ആര്യ, വളരെ നന്നായിട്ട് പറഞ്ഞു. എല്ലാവരും ക്ലാപ്പ് കൊടുത്ത ആര്യക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ വേദ, ആർ യു റെഡി വേദ? Yes, sir. ഓക്കെ, തുടങ്ങിക്കോ മോളെ. बसंत की गुनगुनी धूप जब दोपहरी में तपाने लगती है, तब ऊंचे हिमालय शिखरों पर बुमराह चटकने लगते हैं. വസന്തത്തിലെ മങ്ങിയ വെയിൽ ഉച്ചയാകുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങുന്നു. തബ് അപ്പോൾ ഊഞ്ചെ ഹിമാലയ ശിഖരവും പർ ഹിമാലയത്തിന്റെ കൊടുമുടികളിൽ ബുംറാസ് ചട്കനെ ലഗ്തേ ഹേ ബുംറാസ് പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. ബുറാംസ്. അത് പേജ് നമ്പർ 84 കേട്ടോ. നിങ്ങളൊന്ന് നോക്കണേ ആ ഫ്ലവർ. സാറേ പ്രസന്റ് ചെയ്യാമോ ഫ്ലവർ? ഓക്കെ ചെയ്തോ, ചെയ്യുന്നെങ്കിൽ ചെയ്തോ. ഓക്കെ. കാണുന്നുണ്ടോ? യെസ് കാണുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഒരു സെമിനാറിന്റെ ഇതെന്തുവാ? ഓക്കെ 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 സ്റ്റേറ്റ് ഫ്ലവർ ആണ് ബ്രാൻസ്. കാണാൻ പറ്റുന്നുണ്ട്. എല്ലാരും കണ്ടല്ലോ? കണ്ടു. ഓക്കെ ഓക്കെ കണ്ടു. ഓക്കെ പറഞ്ഞോ വേദ. ഗുൻഗുനി മങ്ങിയ, ധൂപ്പ് വെയിൽ. എല്ലാരും അർത്ഥം എഴുതിയിരിക്കണില്ലേ? തപാനെ ജ്വലിക്കുക. നിങ്ങളുടെ ടീച്ചറാണ് ഇപ്പം ഗായത്രി, സോറി വേദ. അപ്പൊ വേദക്ക് നിങ്ങൾ കമന്റ് പറയണം വേദ ചോദിക്കുന്നതിന്. ഗായത്രി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ചട്കനെ കുട്ടി വിരിയുക. ബുറാംസ്കി ഫൂൽ പറയൂ. എന്താ ആര്യ? ചട്ടക്നെ വേദ പൊട്ടി വിരിയുക. ഓക്കെ ओके. बुरांस के फूल पहाड़ों पर शानदार लालिमा बिछा देते हैं. ബുറാംസ് പൂക്കൾ മലകളിൽ ഉജ്ജ്വലമായ ചുവപ്പ് നിറം പരത്തുന്നു. ഷാൻദാർ ഉജ്ജ്വലമായ, ലാലിമ ചുവപ്പ്, ബിച്ചാ ദേത്തേ ഹേ ടു സ്പ്രെഡ് പരത്തുക.
ആരും കണ്ടതാണല്ലോ ബുറാംസ് പൂവിന്റെ കളറ്. എന്തുവായിരുന്നു കളർ? ചോദിക്ക് വേദ, എന്തുവായിരുന്നു കളർ? നിങ്ങൾ കണ്ടോന്നൊക്കെ ചോദിക്കേ. അങ്ങനെ ക്ലാസ് എടുക്കുന്നേ. നിങ്ങൾ കണ്ട കളറ് റെഡ് എന്താ ജസ്റ്റിൻ? റെഡ് കളർ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു വിശേഷൻ വരുന്നുണ്ട്. റെഡിന് ശാന്താർ ലാലിമ, ഉജ്ജ്വലമായ ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ ഒരു വിശേഷൻ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരു ഗ്രാമറോടെ വേദ നിങ്ങളെ പഠിപ്പിച്ചു. ശാന്താർ ലാലിമ ആരെയാ വിശേഷിപ്പിക്കുന്നത്? ഇത് രണ്ടും, ശാന്താറും ലാലിമയും രണ്ടും വിശേഷണാണ്. ആരെയാ അത് വിശേഷിപ്പിക്കുന്നത്? ലാലിമയല്ല, ബുറാംസിനെയാണ് വിശേഷിപ്പിക്കുന്നത്. കേട്ടോ? കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട് സാറേ. ഓക്കെ, വേദ. मकर संक्रांति से तपता सूरज अब नंदा पर्वत से चौकंबा पर्वत की ओर बढ़ने लगता है. മകര സംക്രാന്തി മുതൽ തപ്താ സൂരജ്, ചുട്ടുപൊള്ളുന്ന സൂര്യൻ, അബ് നന്ദാ പർവ്വതസേ, നന്ദാ പർവ്വതത്തിൽ നിന്ന്, ചൗക്കമ്പ പർവ്വതക്ക്, ചൗക്കമ്പ പർവ്വതത്തിലേക്ക് മുന്നേറാൻ തുടങ്ങുന്നു. തപ്ത സൂരജ് എന്നുള്ളത് അവിടെ സൂര്യനെ വിശേഷിപ്പിക്കുന്നതാണ്. തപ്ത, ചുട്ടുപൊള്ളുന്ന. കണ്ടിന്യൂ. ഗംഗാ में पानी की धारा तेज हो जाती है. ഗംഗാ നദിയിൽ ജലത്തിന്റെ ഒഴുക്ക് കൂടാൻ തുടങ്ങുന്നു. എന്താ അതുൽ? ചൗക്കമ്പ പറഞ്ഞുണ്ടോ? അതൊരു പർവ്വതത്തിന്റെ പേരാ. ചൗക്കമ്പ പർവ്വതത്തിന്റെ പേരാ. അതിൽ വേദായ ടീച്ചർ എന്നാണോ വിളിച്ചേ? വേദയ ടീച്ചറായിട്ട് അവരെല്ലാം അംഗീകരിച്ചു കേട്ടോ. ഇതൊരു ക്രെഡിറ്റ് ആണേ. ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ ഗംഗാ നദിയില് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഹിമാലയ പർവ്വതത്തിലെ ഗോമുഖ് എന്നുള്ള സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഹിമാലയത്തിൽ മഞ്ഞല്ലേ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് മഞ്ഞ് ഉരുകിയിട്ടുള്ള വെള്ളം ഗംഗാ നദിയിലോട്ട് വരുന്നത് കൊണ്ടാണ് ഗംഗയിലെ ജലത്തിന്റെ ഒഴുക്ക് കൂടാനുള്ള കാരണം. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. തണുപ്പ് കാലത്ത് മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് എത്തിയ പശുചാരകർ, അതായത് ഇടയന്മാർ, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ബർഫിയിലെ മഞ്ഞു നിറഞ്ഞ, പശുചാരക് കന്നുകാലികളെ വളർത്തുന്നവർ, ഇടയർ. അതിപ്പോ ആൽക്കമിസ്റ്റ് എന്നുള്ള നോവലിൽ സാന്റിയാഗോന്റെ ജീവിതം നമുക്ക് അറിയാമല്ലോ. ഇങ്ങനെ ഭയങ്കര എല്ലാ സ്ഥലങ്ങളിലൊക്കെ നടന്നുള്ള ജീവിതമാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇടയന്മാരുടെയും ജീവിതം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേദ ചോദിക്കുന്നതിന് മറുപടി പറ. സമയം ഇല്ല. ഏതാണ്? ഇലാക്കോം, പ്രദേശം. ओके, कंटिन्यू वेदा. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. മാസങ്ങളോളം മേച്ചിൽപ്പുറങ്ങളിലൂടെയും ഇടതൂർന്ന വനങ്ങളിലൂടെയും അഞ്ചാൻ ബസ്തിയും അപരിചിതമായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവർക്ക് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാവുക. ചരാഗാഹവും, മേച്ചിൽപ്പുറങ്ങൾ, അഞ്ചാൻ അപരിചിതമായ, ബസ്തിയും കോളനി, വടക്കിനെ അലഞ്ഞു തിരിഞ്ഞ്, ലൗട്ടിനെ പിന്തിരിയുക. മാഹോൽ എന്ന് പറയുമ്പോൾ ഒരു അന്തരീക്ഷം. ഓക്കെ. വേ ഗീത് ഗാത്തേ ഹേ നാചിതേ ഹേ, അവര് പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു. പശുചാരകോം കെ സാത്ത് ഉൻകി ബേഡ് ബക്കരിയാ, ഘോഡെ ഗച്ചർ ഓർ കുത്തേ ഭി ഹോത്തേ ഹേ, ഇടയന്മാരുടെ കൂടെ അവരുടെ ചെമ്മരിയാടുകൾ, ആടുകൾ,
കുതിരകൾ, കോവർ കഴുതകൾ, നായ്ക്കൾ ഒക്കെ ഉണ്ടാവുന്നു. रास्ते में आने वाले गांवों से उनका लेन देन भी होता रहता है. വഴിയിലുള്ള ഗ്രാമങ്ങളിലൂടെ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നു. ലേൻ ദേനെ കൊടുക്കൽ വാങ്ങലുകൾ. ഓക്കെ വേദ, നന്നായിട്ട് പറഞ്ഞു. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേ മോളെ, മലയാളത്തിൽ മാത്രമായിട്ട്. ഓക്കെ. വസന്തത്തിലെ മങ്ങിയ വെയിൽ ഉച്ചയാകുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹിമാലയ കൊടുമുടികളിൽ ബുംറാസ് പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു. ബുറാസ് പൂക്കൾ മലനിരകളിൽ പ്രൗഢിയേറിയ ചുവപ്പു നിറം പടർത്തുന്നു. മകരസംക്രാന്തി മുതൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ നന്ദപർവ്വതത്തിൽ നിന്നും ചൗക്കമ്പ പർവ്വതത്തിലേക്ക് മുന്നേറാൻ തുടങ്ങുന്നു. ഗംഗയിൽ ജലപ്രവാഹം ശക്തി പ്രാപിക്കുന്നു. തണുപ്പുകാലത്ത് മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയ ഇടയന്മാർ തിരികെ വീടുകളിലേക്ക് മടങ്ങുന്നു. മാസങ്ങളോളം വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലൂടെയും ഇടതൂർന്ന കാടുകളുടെയും അപരിചിതമായ പാർപ്പിട കേന്ദ്രങ്ങളിലൂടെയും അലഞ്ഞു തിരിഞ്ഞു നടന്നതിനു ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷം ഉത്സവത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. അവർ പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു. ഇടയന്മാരോടൊപ്പം അവരുടെ ചെമ്മരിയാടുകൾ, ആടുകൾ, കുതിരകൾ, കോവർ കഴുതകൾ, നായ്ക്കൾ എന്നിവയും ഉണ്ടാവും. വഴിയിലൂടെയുള്ള ഗ്രാമങ്ങളിൽ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നു. താങ്ക് യു. ഓക്കെ, വളരെ നന്നായിട്ട് പറഞ്ഞു വേദ. വെരി ഗുഡ്. എല്ലാരും വേദയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ 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 ഓക്കെ. ദെൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ വേദ പറഞ്ഞേ? ഓക്കെ. ദെൻ നിതിൻ ജയകുമാർ. ഓക്കെ ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ. वे जानवरों के साथ साथ कीड़ा जड़ी, करण और चुरू जैसे दुर्लभ हिमालय जड़ी वे ഔഷധവും भी बेचते हैं. അവർ മൃഗങ്ങളോടൊപ്പം പുഴുക്കൾ, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദുർലഭ്യമായ വേരുകളും ഔഷധങ്ങളും അവർ വിൽക്കാറുണ്ട്. കീടാജടി പുഴു, ദുർലഭ് അപൂർവം, ജടി വേര്. എല്ലാരും എഴുതിയോ? इन गांवों से इनका सदियों का रिश्ता है, इसलिए उसी वक्त पूरी कीमत चुकाना जरूरी नहीं होते. ഈ ഗ്രാമങ്ങളുമായി ഇവർക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ മുഴുവൻ തുകയും നൽകേണ്ട ആവശ്യം അവർക്കില്ല. സദിയോം നൂറ്റാണ്ടുകൾ, കീമത്ത് ചുകാന വില തീർത്തു കൊടുക്കുക. അതായത് പൈസ മൊത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരുമായിട്ട് നേരത്തെ പരിചയം ഉള്ളത് കൊണ്ട് ഈ ഔഷധങ്ങളുടെ ഒക്കെ പൈസ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലെന്നാണ് നിതിൻ പറഞ്ഞത്. ഓക്കെ, കണ്ടിന്യൂ നിതിൻ. बर्फीले मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. മഞ്ഞുകാലത്ത് താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇവർ ഈ പഴയ കടങ്ങൾ വീട്ടുന്നത്. വസൂലി കർണ ഈടാക്കുക. കൊടുത്തു തീർക്കാന്നും അർത്ഥമുണ്ട് കേട്ടോ. പൈസ കൊടുത്തു തീർക്കാന്നു. मसे की बात ही कि नकद उधार के आंकड़े कहीं दर्ज नहीं होते. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രൊക്കം പണത്തിന്റെ കാര്യമോ കടത്തിന്റെ കാര്യമോ അവർ കണക്കുകളായിട്ട് ഒന്നും എഴുതി സൂക്ഷിക്കാറില്ല. നക്കദ് ഉദാർ രൊക്കം പണം, കടം. നക്കദ് രൊക്കം പണം, ഉദാർ കടം. आपसी विश्वास के दम पर वर्षों से यह लेन देन चल रहा है. പരസ്പര വിശ്വാസത്തിന്റെ ബലത്തിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നു വരാറുണ്ട്. ലേൻ ദേൻ കൊടുക്കൽ വാങ്ങൽ. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേ നിതിൻ. അവർ മൃഗങ്ങളോടൊപ്പം പുഴുക്കൾ, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദുർലഭ്യമായ വേരുകളും ഔഷധങ്ങളും വിൽക്കാറുണ്ട്.
ഈ ഗ്രാമങ്ങളുമായി ഇവർക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ മുഴുവൻ തുകയും നൽകേണ്ട ആവശ്യം അവർക്കില്ല. മഞ്ഞുകാലത്തിലേക്ക് താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർ പഴയ കടം വീട്ടുന്നത്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രൊക്കം പണത്തിന്റെ കാര്യമോ അതോ കടത്തിന്റെ കാര്യമോ അതിന്റെ കണക്കുകളൊന്നും അവർ കയ്യിൽ സൂക്ഷിക്കാറില്ല. പരസ്പര വിശ്വാസത്തിന്റെ ബലത്തിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നു വരാറുണ്ട്. വെരി ഗുഡ് നിതിൻ, വളരെ നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ? രൊക്കം പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തവും പണം, അതായത് എത്രയാണോ അവർക്ക് ബാലൻസ് കൊടുക്കാനുള്ളത് അത് തന്നെ, അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ അനീഷ ഉണ്ടോ? അനീഷ, എല്ലാരും ഒരു മിനിറ്റ്. നിതിൻ എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. നിതിൻ എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, മതി മതി. ഓക്കെ, ദെൻ അനീഷ ഉണ്ടോ? അനീഷ ഇല്ലെങ്കിൽ ഞാൻ എടുക്കുകയാണ്. ओके, पशुचारकों के जत्थे जब गुजर जाते हैं तब गांव के जड़ में बहती गंगा से सटकर बनी सर्पीली सड़क में हलचल बढ़ जाती है. അതായത് കന്നുകാലി വളർത്തലുകാരുടെ കൂട്ടം കടന്നുപോയി കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ആ മലയാടി, അതായത് ആ ഗംഗ നദി ഒഴുകുന്ന ആ ഭാഗത്ത് ഒരു എന്തുണ്ട്, ഒരു സർപ്പീൽ സടക്കുണ്ട്, അതായത് സർപ്പാകൃതിയിലുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിൽ അങ്ങ് ഭയങ്കര കോലാഹലം, അത് ഹൽച്ചൽ, ഭയങ്കര ബഹളമാണ്. പറഞ്ഞ് മനസ്സിലായോ? പശുചാരകങ്ങൾ, അതായത് കന്നുകാലി വളർത്തുകാരുടെ ജത്തെ കൂട്ടം ജബ് ഗുസർ ജാത്ത ഹേ, കടന്നുപോയി കഴിഞ്ഞാൽ, തബ് അപ്പോൾ ഗാവ് കെ ജഡ് മേ ബഹത്തി, അതായത് ഗ്രാമത്തിന്റെ താഴ്വാരയിലൂടെ ഒഴുകുന്ന ഗംഗയുടെ അടുത്തുള്ള ആ ഗംഗയുടെ ഭാഗത്തുള്ള സർപ്പീലി സടക്, സർപ്പത്തിന്റെ ആകൃതിയിലുള്ള ആ വഴിയില് വളരെ ബഹളമാണ്. എന്താ കാരണം നമുക്ക് നോക്കാം. ബദ്രീനാഥ്, കേദാർനാഥ്, गंगोत्री और यमुनोत्री की और आने वाले पैदल यात्री धामे की कपाट खुलने से കാഫി പഹലെ ആനെ ലഗ് ജാത്തെ ഹേ. എന്തുകൊണ്ട് അവിടെ ബഹളം വരുന്നത്? ബദ്രീനാഥിലോട്ടും കേദാർനാഥ്, അതൊക്കെ വളരെ ഹിന്ദുസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ആണ്. നിങ്ങൾ ബദ്രീനാഥ് സിനിമ കണ്ടിട്ടുള്ളതല്ലേ? എല്ലാരും കണ്ടിട്ടുണ്ടോ? അല്ലു അർജുന്റെ ഉണ്ട്. ഉണ്ട്. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിലേക്ക് നടന്നു വരുന്ന യാത്രക്കാർ, തീർത്ഥാടനത്തിന് പൈതാലി യാത്രി, തീർത്ഥാടന യാത്രക്കാർ, അവരെ വരുന്ന തീർത്ഥാടന സ്ഥലങ്ങളുടെ ധാമേങ്കി കപാട്, തീർത്ഥാടന സ്ഥലങ്ങളുടെ വാതിലുകൾ, കുൽനേസെ കാഫി, അതായത് തുറക്കുന്നതിന് മുൻപേ തന്നെ അവിടെ എത്തുമായിരുന്നു. അതായത് നിങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട്, മഞ്ഞ് മൂടി കിടക്കുന്ന ആ മാസങ്ങൾ, അത് 6 മാസത്തേക്ക് അടച്ചിട്ടേക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. അപ്പോൾ ഈ വസന്തകാലം കഴിഞ്ഞ ആ വേനൽ ആ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ ആ സമയം എത്തുമ്പോഴത്തേക്ക് ആൾക്കാരില്ല, അവരുടെ ഈ ബദ്രീനാഥിലോട്ട് പോകാനുള്ള ആ വാതില്, ആ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ തന്നെ ആൾക്കാരെല്ലാം, തീർത്ഥാടകരെല്ലാം അവിടെ വന്ന് നിൽക്കും. അതിന്റെ ബഹളമാണെന്നാണ് ഈ ലേഖകനോട് പറയുന്നത്. सुंदर दक्षिण से आने वाले महात्मा कई बार हमारे गांव तक आ जाता है. ആണല്ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദക്ഷിൺ എന്ന് വെച്ചാൽ എന്താണ്? ദക്ഷിൺ എന്തുവാ? ഏതാ ദക്ഷിൺ? നമ്മള് എന്തുവാ ദക്ഷിൺ? തെക്ക്. നമ്മള് തെക്കല്ലേ? ദക്ഷിൺ ഭാരത് അല്ലേ നമ്മള്? തെക്കൻ കേരളം അല്ലേ? തെക്കുള്ള ദക്ഷിണ ഭാരതം, തെക്കൻ ഭാരതം അല്ലേ? ഇന്ത്യയുടെ തെക്ക് കിടക്കുന്ന ആളാരാ? നമ്മളല്ലേ, കേരളം. സോ ദക്ഷിൺ, തെക്ക്. വളരെ ദൂരെ തെക്ക് നിന്ന് വരുന്ന മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ തീർത്ഥാടകരാവാം, സന്യാസിമാരാവരെല്ലാം ഗാവ് തക്ക് ആ ജാത്ത ഹേ, ഈ ഗ്രാമം വഴിയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. അതായത് ഇപ്പൊ എഴുത്തുകാരൻ പറയണം, നമ്മുടെ ഗ്രാമത്തിലോട്ട് പല പ്രാവശ്യം ഇവർ വരുന്നുണ്ട്. ഓക്കെ, ഉൻകെ ഹാത്ത് മേ ഏകതാര ഹോത്തെ ഹേ, അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഏകതാരയുണ്ട്. അതായത് നമ്മുടെ ഒറ്റ സ്ട്രിങ്, എനിക്കൊന്ന് തമ്പുരുവാന്ന് തോന്നുന്നു. ഏകതാര ഒരു സ്ട്രിങ് മാത്രമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അത്, ഏകതാര എന്ന് പറയുന്നത്. और उसके संगीत पर वे भजन गाते हैं. അപ്പോൾ അത് എന്താണ് ഇൻസ്ട്രുമെന്റ്, അത് മുഴക്കിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അത് യൂസ് ചെയ്തുകൊണ്ടാണ് അവര് ഭജൻ പാടുന്നത്. ബദ്രീനാഥ് और കേദാർനാഥ് के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. എനിക്ക് തോന്നുന്നു തൃശ്ശൂരുള്ള ഒരാളാണ് തോന്നുന്നത്. അതായത് നമ്മുടെ തെക്കൻ സൗത്ത് ഇന്ത്യൻസിൽ നിന്നുള്ള ആൾക്കാരാണ് ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയെടുത്ത പൂജാരികൾ. അതിലെ ബദ്രീനാഥിന്റെ പൂജാരി എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂരുള്ള ആളാന്ന് തോന്നുന്നു. കാരണം ഈ കൊറോണ സമയത്ത് ഞാൻ ആ സമയത്തെ നമ്മുടെ ആ ജൂൺ ആ ഭാഗത്ത് അപ്പൊ ഒരു ന്യൂസ് കേട്ടായിരുന്നു, പുള്ളിക്കാരൻ ഇന്നതുപോലെ അവിടോട്ട് പോയിന്നും പറഞ്ഞൊരു ന്യൂസ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ?
എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ തൃശ്ശൂരുള്ള ആളാണ്. നിങ്ങൾ ആരെങ്കിലും ആ ന്യൂസ് കേട്ടായിരുന്നോ? പുള്ളിക്കാരൻ കൊറോണ ആയിട്ട് ഇവിടെ ആയിരുന്നു, പോകാൻ പറ്റില്ല ആ സമയത്തേക്ക്. അപ്പൊ ജനുവരി ഫെബ്രുവരി ഇപ്പൊ മഞ്ഞ് മൂടി ഇവിടെ അടഞ്ഞു കിടക്കുക. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങി വന്നു. നമ്മുടെ കേരളീയനാണ് ബദ്രീനാഥിന്റെ മേൽശാന്തി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായോ? കന്നുകാലി വളർത്തകർ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ്. എന്താ തിരക്ക് ആ റോഡിൽ സർപ്പാകൃതിയിലുള്ള ഇതില്? കാരണം എന്താ? അവിടെ ബദ്രീനാഥ്, കേദർനാഥ്, അവിടെ ആ അമ്പലങ്ങളിലേക്ക് പോകാൻ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരും. അപ്പൊ അവർ ആ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ, ആ ടെമ്പിൾസിലോട്ട് പോകാൻ വേണ്ടി റോഡിന്റെ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ തന്നെ ആൾക്കാർ അവിടെ കൂട്ടമായിട്ട് വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ബഹളം വെക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാര് മഹാത്മാകൾ അവരുടെ കയ്യിൽ തമ്പുരോ സിതാര എന്തോ ആണെന്ന് തോന്നുന്നു, ഏകതാര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒറ്റ സ്ട്രിങ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് യൂസ് ചെയ്ത് ഒരു ഭജൻ പാടുന്നു. കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻസിൽ നിന്നാണ് ബദ്രിനാഥ്, കേദർനാഥ് തുടങ്ങിയ അമ്പലങ്ങളിലേക്ക് പൂജാരിമാര് വരുന്നത് അല്ലെങ്കിൽ ഉള്ളത്. ബദ്രിനാഥിൻ്റെത് മലയാളിയാണ് മേൽശാന്തി. ഓക്കെ, എല്ലാവർക്കും ആ പാരഗ്രാഫ് മനസ്സിലായ? അനീഷ എടുക്കണ്ടേ? എല്ലാവർക്കും പിടികിട്ടിയോ? ആ ഓക്കെ ഓക്കെ, എനിക്ക് ക്ലാപ്പ് ഇല്ലയോ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ക്ലാപ്പ്? താങ്ക് യു. ഓക്കെ ഓക്കെ, ചോദിച്ചു മേടിക്കുക അല്ലേ? ഓക്കെ, ദെൻ അമീഷ. ആരാ വിളിച്ചേ? പറഞ്ഞോ, ചോദിച്ചോ. എവിടെ മോളെ? കേക്കാൻ വയ്യല്ലോ. സർപ്പീലി, സർപ്പത്തിന്റെ ആകൃതിയിലുള്ള സഡക്, സർപ്പീലി സഡക്. ഓക്കെ, ദെൻ അമീഷ, ആർ യു റെഡി? ഓക്കെ, തുടങ്ങിക്കോ മോളെ. सूरज जब चौगंबा पर्वत के टीके पीछे से उदय होना लगता है तब जेठ शुरू हो जाते हैं. അവിടെ ശരൂന്ന് എഴുതിയേക്കണത് ശുരൂന്നാക്കണോട്ടാ. ജേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠമാസം. ചൗഗമ്പ പർവ്വതത്തിന്റെ കൃത്യം പിന്നിൽ തന്നെ സൂര്യൻ ഉദിക്കുമ്പോ ജ്യേഷ്ഠമാസം ആരംഭിക്കുകയാണ്. ജ്യേഷ്ഠമാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസങ്ങളെയാണ് ജ്യേഷ്ഠമാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഈ മലയുടെ പിന്നിൽ കൃത്യമായിട്ട് ഈ സൂര്യൻ ഉദിക്കുമ്പോ അവിടെ ജ്യേഷ്ഠമാസം തുടങ്ങണേണ്. पहाड़ की सड़क गाड़ियों से भर जाती है. ആ സമയമാകുമ്പോൾ പർവ്വതത്തിലോട്ട് പോണ വഴിയിൽ നിറച്ചും വണ്ടികൾ കൊണ്ട് നിറഞ്ഞേക്കണേ ഇരിക്കും. ഭയങ്കര തിരക്കൊക്കെ ഇരിക്കും ഈ ജ്യേഷ്ഠമാസം വരുമ്പോ. अपने घर की ഒരു മിനിറ്റ് അമീഷ, എന്തുകൊണ്ടായിരിക്കും തിരക്ക്? എന്തായിരിക്കും തിരക്ക്? ബദ്രിനാഥിലേക്കും അതെ അതെ, അവിടേക്ക് പോകാനുള്ള തിരക്കാണ്. ഓക്കെ, അതെ അതെ, ഓക്കെ, കണ്ടിന്യൂ. अपने घर की जब मैं बद्रीनाथ यात्रा मार्ग की भीड़ देखता हूँ तो भूल जाते हो कि महज दे महीने पहले दो महीने पहले यह गाड़ी एकदम शांत थी. അപ്പൊ എന്താണ്, ആ സമയത്ത് എന്റെ വീടിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബദ്രിനാഥിലോട്ട് പോണ ആ വഴിയില് നിറയെ തിരക്കും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. ഈ കാഴ്ച കാണുമ്പോ ഞാൻ മറന്നുപോകും. എന്ത് മറന്നുപോകും? 2 മാസത്തിന് മുൻപ് ഈ വഴിയിൽ ഒട്ടും തിരക്കില്ലാതെ ആരും ഇല്ലാണ്ട് കിടന്നത് എല്ലാരും ഉള്ള കാഴ്ച കാണുമ്പോ മറന്നുപോകും നമ്മള്. ഓക്കെ, ഇച്ചിരി ഉള്ളായിരുന്നു അമീഷയ്ക്ക്. പ്രത്യേകിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? അമീഷ നല്ലതായിട്ടല്ലേ പറഞ്ഞേ? എല്ലാവർക്കും മനസ്സിലായോ? അതെ, ഓക്കെ, എല്ലാരും ക്ലാപ്പ് ചെയ്തേ അമീഷയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് അമീഷ. ദെൻ അന്നാസിസയുടെ ഞാൻ ഓഡിയോ അയക്കാത്തോണ്ട് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല, തെറ്റില്ലാതെ പറയുക. അന്ന അവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ. सदियों से यह ऋतुचक्र यूं ही चलता आ रहा है. നൂറ്റാണ്ടുകളായി ഈ ഋതുചക്രം ഇങ്ങനെ തന്നെ നടന്നു വരുന്നു. സദിയോം നൂറ്റാണ്ടുകളായി മീനിങ് ആണ്. എഴുതിയാ? ആരെങ്കിലും റിപ്ലൈ തരൂ? അതെ അതെ, കൊടുത്തേ.
ടീച്ചറാണ് നിങ്ങളുടെ അന്ന. ഇപ്പൊ നിങ്ങൾ ടീച്ചറാ, മറുപടി കൊടുത്ത്. ओके। हिमालय अपनी जगह मौजूद है और सूरज मुस्तुदी अपनी यात्रा कर है। ഹിമാലയം മുസ്തൈദി. തന്റെ സ്ഥലത്ത് മുസ്തൈദി ഹിമാലയം തന്റെ സ്ഥലത്ത് അതുപോലെ തന്നെയുണ്ട്. സൂര്യൻ നല്ല വേഗത്തിൽ തന്റെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. മീനിങ് ആണ് മൈജൂദ് അവൈലബിൾ, മുസ്തൈദി സന്നദ്ധത. എഴുതിയോ? എഴുതി ടീച്ചർ. എഴുതി. ആരാടേ അത് പറഞ്ഞേ? ओके ओके कंटिन्यू। पंजांजुली की 5 चोटियों की ओर से जब सूरज प्रकट होती है तब मेरे गांव में हाडकंबा देने वाले टन पड़ती है. പഞ്ചാഞ്ചൂലിയിലെ 5 കൊടുമുടിയിലേക്ക് സൂര്യൻ എത്തുമ്പോൾ എന്റെ ഗ്രാമത്തിൽ അസ്ഥികളെ വിറപ്പിക്കുന്ന തണുപ്പാണ്. ओके ചോട്ടിയും ചോട്ടിയും കൊടിമുടി. सूरज जब चौकंबा के शिखर से उगता है तब जेठ की गर्मी चर्म पर होते हैं. സോറി, മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ മീനിങ് ഹിന്ദിയുടെ മോളിൽ എഴുതിയേക്കണോണ്ടാ. അതായത് സൂര്യൻ ചൗക്കമ്പായുടെ കൊടുമുടിയിൽ നിന്ന് ഉദിച്ചുയരുമ്പോൾ ജ്യേഷ്ഠ മാസത്തിലെ ചൂട് അതിന്റെ പര്യാമത്തിലെത്തുന്നു. ജ്യേഷ്ഠമാസത്തിലെ ഉഗത ഉദിച്ചുയരുമ്പോൾ. മീനിങ്സ് ആണ്. ഉഗത എന്താ? ഉദിച്ചുയരുമ്പോൾ. നെക്സ്റ്റ്, इन दोनों पर्वत के उन दोनों पर्वत के മലയാളത്തില് മോളിൽ എഴുതിയേക്കണോണ്ട് കാണില്ല. बीच गड़े नदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बौराने का प्रतीक है. बौराने का प्रतीक. ഇന്ത്യനും അത് 2 പർവ്വതങ്ങളുടെയും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിനടുത്തായി സൂര്യന്റെ സാന്നിധ്യം എന്റെ ഗ്രാമത്തിലെ വസന്തം വിരിയുന്നതിന്റെ പ്രതീകമാണ്. ഈ ആസ്പാസ് ഇടയ്ക്ക് കിഴക്ക്. എന്താണ്? ആസ്പാസ് ഇടയ്ക്ക് കിഴക്ക്. ഓക്കെ അന്ന കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേ ആ പാരഗ്രാഫ്. നൂറ്റാണ്ടുകളായി ഈ ഋതുചക്രം ഇങ്ങനെ തന്നെ നടന്നു വരുന്നു. ഹിമാലയം തന്റെ സ്ഥലത്ത് അതുപോലെ തന്നെയുണ്ട്. സൂര്യൻ നല്ല വേഗത്തിൽ തന്റെ യാത്ര നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചാഞ്ചൂലിലെ 5 കൊടുമുടികളിലേക്ക് സൂര്യൻ എത്തുമ്പോൾ എന്റെ ഗ്രാമത്തിൽ അസ്ഥികളെ വിറപ്പിക്കുന്ന തണുപ്പാണ്. സൂര്യൻ ചൗക്കമ്പായുടെ കൊടുമുടിയിൽ നിന്ന് ഉദിച്ചുയരുമ്പോൾ ജ്യേഷ്ഠമാസത്തിലെ ചൂട് അതിന്റെ പര്യാമത്തിൽ എത്തുന്നു. ഈ 2 പർവ്വതങ്ങളുടെയും ഇടയ്ക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിൽ അടുത്തായി സൂര്യന്റെ സാന്നിധ്യം എന്റെ ഗ്രാമത്തിൽ വസന്തം വിരിയുന്നതിന്റെ പ്രതീകമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ വെരി ഗുഡ് അന്ന, വളരെ നന്നായിട്ട് പറഞ്ഞു. ഓഡിയോ അയച്ചു തന്നില്ലേലും നല്ലതായിട്ട് പറഞ്ഞു. എല്ലാരും ക്ലാപ്പ് കൊടുത്ത് അന്നയ്ക്ക്. താങ്ക് യു. ഓക്കെ ദെൻ വെറും 3 ലൈൻ. നമ്മുടെ ബിബിൻ ഇല്ലയോ? സാറേ പറഞ്ഞേ. दादी कहती थी जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. ഹിമാലയം നിലനിൽക്കുന്നിടത്തോളം കാലം സീസണുകൾ, ഋതുക്കൾ മാറ്റുന്നതിന്റെ ആഹ്ലാദം ഉണ്ടാകുമെന്ന് മുത്തശ്ശി പറയുമായിരുന്നു. ഓക്കെ, ഹിമാലയം എന്ന് വരെ ഉണ്ടോ അതുവരെ ഇങ്ങനെ സീസൺസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് ബിബിൻ പറഞ്ഞത്. എല്ലാവരും പ്രത്യേകിച്ച് അർത്ഥം പറയാൻ അവിടെ ഒന്നുമില്ല. ഓക്കെ, വളരെ നന്നായിട്ട് ബിബിനും പറഞ്ഞു. ബിബിനും വേറെ 3 ലൈൻ ഉണ്ടെങ്കിലും ബിബിനും ഒരു ക്ലാപ്പ് കൊടുത്തേക്ക്. ഇനി ബിബിന്റെ കൂട്ടിയിരിക്കുന്ന ആള് അഭിഷേക് ഉണ്ടോ? ബിബിൻ കൂട്ടത്തിൽ അഭിഷേക് ഉണ്ടോ? ഉണ്ട്. അഭിഷേക് ഇത് മൊത്തം ഒന്ന് പറഞ്ഞേ, ആദ്യം തൊട്ട് അവസാനം വരെ.
മൊത്തം പറഞ്ഞേ. കേട്ടോണ്ടിരിക്കുവല്ലായിരുന്നു അതോ ഇടയ്ക്കാണോ വന്നത്? ഈ പാഠം മൊത്തമാ? ആ മലയാളത്തിൽ പറഞ്ഞാ മതി. എന്താ അഭിഷേക് പോയോ? എന്തിനാ മ്യൂട്ട് ചെയ്യുന്നേ? അഭിഷേക് ഓൺ ആക്കിയിട്ട് പറ. സമയം കളയാതെ, ഇപ്പം തന്നെ 5:56. ആ സാറേ. മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചചൂലിയുടെ ശിഖരങ്ങളിൽ നിന്നും ശംഖവ പർവ്വതത്തിലേക്ക് തെന്നി നീങ്ങാൻ തുടങ്ങുന്നു. എടാ, നിനക്ക് മനസ്സിലായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നീ എല്ലാം പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണോ നിനക്ക് മനസ്സിലായത് അത് മാത്രം പറഞ്ഞാൽ മതി, കേട്ടോ? ആ സാർ. നിക്ക് ഒരു മിനിറ്റ് അഭിഷേക്, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ പറയുക. ഓക്കെ, അശ്വിനി, അഭിഷേക്, നിങ്ങൾ രണ്ടുപേരും. അശ്വിനി ഉണ്ടോ? അശ്വിനി ഇല്ലെന്ന് തോന്നല്ലേ? ഓക്കെ. ഓക്കെ, ദെൻ ഞാൻ ശ്രദ്ധിച്ചോ. അതായത് മകരസംക്രാന്തി കഴിഞ്ഞ്, അതായത് ജനുവരി, അത് കഴിഞ്ഞ് പഞ്ചാജലി പർവ്വതത്തിൽ നിന്ന് ചൗക്കാമ്പ പർവ്വതത്തിലേക്ക് ആര് നീങ്ങും? നമ്മുടെ സൂര്യൻ നീങ്ങും. അപ്പോൾ എന്താണ്? പഞ്ചാജലിയിൽ നിന്ന് ചൗക്കമ്പ വരെ എത്താൻ സൂര്യൻ ഏകദേശം 4 മാസം എടുക്കും. സൂര്യന്റെ ആ ചലനത്തെ ഓരോ ചാണെന്നാണ് എഴുത്തുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഏത് പൂവാണുള്ളത് ആ സമയത്ത്? പഞ്ചാജലി. അതിനു മുമ്പ് പഞ്ചാജലിയുടെയും ചൗക്കമ്പയുടെ ഇടയ്ക്ക് കാണുന്ന ആ പർവ്വതമാണ് നന്ദാപർവ്വത്. നന്ദാപർവ്വതത്തിലേക്ക് സൂര്യൻ എത്തുമ്പോൾ ആ സമയത്ത് ഏത് പൂക്കളാണ്? ട്യൂലി പൂക്കൾ വിടരുന്നു. മഞ്ഞ നിറമാണ്. അതുപോലൊപ്പം തന്നെ തട്ടുതട്ടായിട്ട് ഇടയ്ക്ക് ആ മലഞ്ചെരുവുകളിൽ എന്തിന്റെ ഗോതമ്പ് വയലിനോടൊപ്പം തന്നെ നമ്മുടെ കടുകിന്റെ ആ മഞ്ഞ നിറവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ വസന്തം എന്ന് അങ്ങനെ വസന്തം തുടരാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്താണ് ഫ്യൂലി ഫ്ലവറിന്റെ ആരംഭത്തോടെയാണ് വസന്തം തുടങ്ങുന്നത്. അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കുട്ടികളാണ്. അപ്പൊ കുട്ടികൾ തലേന്നൊക്കെ പൂക്കളൊക്കെ പറിക്കും. ആ പൂക്കൾ വാടിപ്പോവാതിരിക്കും അവരൊരു കൊട്ടയിലൊക്കെ സൂക്ഷിച്ചു വെക്കും. പിന്നെ അവർ പിറ്റേ ദിവസം എല്ലാ വീടുകളും അലങ്കരിക്കും. അപ്പൊ വീടുകൾ അലങ്കരിക്കുന്നപ്പോ ആ വീട്ടിലെ ഉടമസ്ഥർ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ അവർ 21 ദിവസം സാധനങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യും? ലാസ്റ്റ് അവരൊരു സമൂഹ സദ്യ പോലെ ഉണ്ടാക്കും. അതിലെ കാര്യങ്ങളെ ഈ സദ്യക്ക് ഇപ്പൊ അവിയൽ അവർ ഉദ്ദേശിക്കുന്ന അവിയലിന് ചേരേണ്ട ചേരുവകളൊക്കെ മാത്രമേ മുതിർന്നവർ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ബാക്കി കറികളൊക്കെ വെക്കുന്നത് കുട്ടികളാണ്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഉത്തരാഖണ്ഡിലെ കുട്ടികൾ ഫൂൽദേയി ഉത്സവം, അതായത് ഈ പൂക്കളുടെ ഉത്സവം കുട്ടികളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. കുട്ടികൾ ആഘോഷിക്കുന്ന വേറൊരു ഉത്സവം അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നുള്ളത് എന്താണ് പറയുക? പിന്നുള്ളത് നമ്മുടെ ആര്യയുടെ ഭാഗമായിരുന്നു അല്ലേ? ആര്യയുടെ ഭാഗമല്ലേ ഇതിപ്പോ? ഞാൻ ജസ്റ്റിന്റെയും ഗോപികയുടെയും അല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. അപ്പോൾ എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ പുഷ്പദേവതയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ മുതിർന്നവർ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ചൈത്രഗീത ആലപിക്കുന്നു. അപ്പൊ ആ ആലപിക്കുന്ന അവരെയാണ്, ആ ഗ്രാമവാസിയാണ് ഔജികൾ എന്ന് പറയുന്നത്. അപ്പൊ ഔജികൾ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആ പാട്ടിനകത്ത് എന്താണ് തിളങ്ങുന്നത്? ഏതിന്റെ കാര്യമാണ്? പാണ്ഡവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ പർവ്വതം കീഴടക്കിയ ആ വീരന്മാരുടെ ഒക്കെ കഥകളായിരിക്കും ആ ഗീതത്തിൽ, ആ ഇൻസ്ട്രുമെന്റിലൂടെ അവർ വായിക്കുന്നത്. അത് കേൾക്കാൻ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയും അങ്ങനെ അവരുടെ ആ സംഗീതം, ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് വരുന്ന സംഗീതം അവിടെ ഇങ്ങനെ ലയിച്ച് ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ചു ചേരുമെന്നാണ് പറയുന്നത്. അതല്ലയോ ആര്യയുടേത്? ആണോ? ആരുമില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല. ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ വേദയുടെയാണ്. അപ്പൊ എന്താണ് വേദ പറയുന്നത് അവിടെ? പിന്നെ പറയുന്നത് അടുത്ത പൂവിനെ കുറിച്ചാണ്. ഏത് പൂവാണ് അടുത്തത്? ഏത് പൂവാ അടുത്തേ? ബുറാംസ് പൂക്കളാണ്. അപ്പൊ എന്താണ് ആ സമയത്ത് ആ മഞ്ഞുള്ള സമയത്ത് മുകളിൽ മൗണ്ടന്റെ മുകളിൽ താമസിക്കുന്നവരെല്ലാം താഴോട്ട് വരും. ആ കന്നുകാലികളെ വളർത്തുന്ന ഇടയന്മാരെല്ലാം താഴോട്ട് വരും. പിന്നീട് അവര് വേനലാവുമ്പോഴത്തേക്ക് തിരിച്ചവർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടില് വളരെ ഉത്സവമാണ്. അപ്പൊ അവർ തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെ കന്നുകാലികളെയാണോ വളർത്തുന്നത് അതുകൊണ്ടാണ് അവർ തിരിച്ചവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പൊ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉത്സാഹമാണ്. അവർ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് അവർ ആഘോഷിക്കുന്നു. അതില് വേദയുടെ പാരഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത് ആണോ വേദ? പിന്നെ അതെ. പ്രകൃതിയുടെ കാര്യങ്ങളും
എന്തോ? പ്രകൃതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും. ഓക്കെ, അതെ അതെ, പ്രകൃതിക്ക്, അതെ, അതോടെ പറയണം. അതായത് ആ സമയം മഞ്ഞ് കഴിഞ്ഞ് ജ്യേഷ്ഠമാസത്തിലെ വെയിൽ കൂടുകയാണ്. ആ വെയിൽ ഓടുമ്പോൾ എന്ത് സംഭവിക്കും? പർവ്വതത്തിലുള്ള മഞ്ഞുകളെല്ലാം ഉരുകി ഗംഗാ നദിയിലോട്ട് എത്തുന്നു. ഗംഗാ നദിയിൽ എന്ത് ചെയ്യുന്നു? ഫ്ലോ കൂടുന്നു അല്ലേ? ഓവർഫ്ലോ ആവുന്നു അല്ലേ? നദിയിൽ വെള്ളം കൂടി നന്നായിട്ട് ഒഴുകുന്നു. അതല്ലേ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, സീസണൽ ചേഞ്ച് അവിടെ പറയുന്നത്? ആണോ? അതെ. ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? ഇല്ലെങ്കിൽ പറ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ. ദെൻ അതിനുശേഷം പിന്നെ ഇവരിങ്ങനെ കന്നുകാലിയായിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ അവരെന്താ കണ്ട? ആ ഹിമാലയത്തിലുള്ള പ്രത്യേകതരം വേരുകൾ ഔഷധങ്ങളും കൊണ്ടാണ് പറിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് അതെല്ലാം വിൽക്കും. വിൽക്കുമ്പോൾ അന്നേരം തന്നെ കാശ് കൊടുക്കണമെന്നില്ല, പിന്നീട് കൊടുത്താലും മതി. കാരണം എന്താണ്? അവര് പാരമ്പര്യമായിട്ട് അവർ പണ്ട് മുതലേ ഇങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും കുറിച്ചെടുത്തില്ല. ഇന്ന ആൾ എനിക്ക് ഇത്ര രൂപ തരാനുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇന്ന ആൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുക്കുക, അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. അവർക്ക് കള്ളത്തരം എന്താണെന്ന് അറിയത്തില്ല. ഇന്ന ആൾക്കാർ ഇത്ര രൂപ കൊടുക്കുക, അയാൾ അങ്ങ് കൊടുക്കുക. അവർക്ക് അവിടെ എഴുത്തുകുത്തൊന്നുമില്ല. അവർക്ക് ഇത്ര രൂപ കടം മേടിക്കൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മളല്ലേ ഇവിടെ ആൾക്കാരൊക്കെ കടയിലൊക്കെ എന്തെങ്കിലും പൈസ കൊടുക്കാൻ ഉടനടി ഇപ്പൊ രാജൻ പറ്റ് 500 രൂപ അല്ലെ 600 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിടുക. ഇനി അയാള് കാണുന്നില്ലെങ്കിൽ ഉടനടി അയാളുടെ വീട്ടിൽ ചെന്ന് മേടിക്കുക, ഭീഷണിപ്പെടുത്തി മേടിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ സ്ഥലത്ത്. അപ്പൊ അവിടെ അങ്ങനല്ല, അവർക്ക് ഒരു വിശ്വാസമുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ദെൻ ആ സമയത്ത് അവർ പോയി കഴിഞ്ഞാൽ എന്താണ്? വേനലാവും. വിന്റർ കഴിഞ്ഞ് ആ തണുപ്പ് കൊണ്ട് അത് കഴിഞ്ഞ് വേനലിലോട്ട് വരും. അപ്പോൾ എന്താണ്? ആ റോഡില് സർപ്പാകൃതിയിലുള്ള ഗംഗയുടെ സ്ഥലത്തുള്ള റോഡിൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ബദ്രീനാഥ് കേദർനാഥ് അമ്പലത്തിലേക്ക് പോകേണ്ട തീർത്ഥാടകർ എത്തും. അവരുടെ ഒപ്പം തന്നെ ദക്ഷിണയിൽ നിന്ന് വരുന്ന കുറച്ച് മഹാത്മാക്കൾ, അവരുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഏകതാര. അത് ഉപയോഗിച്ച് അവര് ഭജൻ പാടും. കൂടുതൽ ഈ അമ്പലങ്ങളിൽ ആരാണ് മേൽശാന്തിമാർ? നമ്മളുടെ ദക്ഷിണ സൗത്ത് ഇന്ത്യൻസിലുള്ള ആൾക്കാരാണ്. പിന്നെ ചൗക്കമ്പയിൽ നിന്ന് എന്താണ് നന്ദപർവ്വതത്തിലെ അല്ല ചൗക്കമ്പ പർവ്വതത്തിൽ ജ്യേഷ്ഠമാസം എത്തുമ്പോഴത്തേക്കും ചൗക്കമ്പ പർവ്വതത്തിന്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് കാണാൻ പറ്റും? സൂര്യൻ ഉദിച്ചു നിൽക്കും. ആ സമയം വണ്ടിയിലൊക്കെ തിരക്കാണ്. പുള്ളിക്കാരൻ എഴുത്തുകാരന്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിക്കിടെ തിരക്ക് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ അമ്പലങ്ങളിലേക്ക് പോകാനുള്ള തിരക്കാണ്. അതല്ലേ അമീഷയുടെ പാരഗ്രാഫിൽ പറയുന്നത്? അതെ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതുവരെ പിടികിട്ടിയോ? സർ. ഓക്കെ. അതുപോലെ തന്നെ പഞ്ചാജുലിയിൽ നിന്ന് സൂര്യൻ തന്റെ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് പുള്ളിക്കാരന്റെ അടുത്ത് ഭയങ്കര തണുപ്പും, അതുപോലെ തന്നെ ചൗക്കമ്പയുടെ കൊടുമുടികളിൽ സൂര്യൻ നിന്ന് ഉദിച്ചു വരുമ്പോൾ ജ്യേഷ്ഠമാസത്തിലെ ചൂടും, അതുപോലെ 2 ചേഞ്ചസ് അവിടെ പറയുന്നുണ്ട് നമ്മളുടെ അന്നയുടെ പാരഗ്രാഫിൽ. അതാണ് സീസണൽ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പഞ്ചാജുലയിൽ നിന്ന് സൂര്യൻ 5 കൊടുമുടികളിലേക്ക്, പഞ്ചാജുലയിലെ 5 കൊടുമുടികളിലേക്ക് സൂര്യൻ എത്തുമ്പോൾ തന്റെ ഗ്രാമത്തിൽ, അതായത് എഴുത്തുകാരന്റെ ഗ്രാമത്തിൽ തണുപ്പും, സൂര്യൻ ചൗക്കമ്പയുടെ കൊടുമുടികളിൽ നിന്ന് ഉദിച്ചു വരുമ്പോൾ എന്താണ്? ചൂടുമെന്നാണ് അവിടെ നമ്മുടെ അന്നയുടെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഈ 2 പർവ്വതങ്ങളുടെ ഇടയ്ക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിനടുത്തായി സൂര്യന്റെ സാന്നിധ്യം എപ്പോഴും എഴുത്തുകാരന്റെ ഗ്രാമത്തിൽ വസന്തം വിരിയുന്നതിന്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അതുപോലെ പുള്ളിക്കാരന്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, എന്നൊക്കെ ഹിമാലയം ഉണ്ടോ അന്നെല്ലാം, എന്ന് വരെ ഹിമാലയം ഉണ്ടോ അതുവരെ ഇങ്ങനെ സീസൺസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ഓക്കെ, മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, താങ്ക് യു. ജസ്റ്റിൻ ക്ലാപ്പ് ഒക്കെ തന്നു. മനസ്സിലായി. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ്, അതായത് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് उत्तराखंड के हिमालय अंचल में फूलदेई को बच्चे का सबसे बड़ा त्योहार मानता है क्यों? ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്തെ പൂൽദേയി അല്ലെങ്കിൽ പുഷ്പോത്സവം കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായി കരുതുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഗോപികയുടെ ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗോപിക അതിന്റെ ആൻസർ എഴുതി ഗ്രൂപ്പിലിടുമല്ലോ. എഴുതിയിടുവോ? അതായത് ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് പുഷ്പോത്സവം
കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമായല്ലേ കരുതുന്നത്. അതല്ലേ ഗോപിക ക്ലാസ് എടുത്തേ. അത് എന്തുകൊണ്ടാണ്? അപ്പൊ ഗോപിക പഠിപ്പിച്ചത് ഒന്ന് ചുരുക്കി എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ ആൻസർ ആവും. ആദ്യം എനിക്ക് അയച്ചു തരിക, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം. അതിനുശേഷം ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है. यहाँ गावाला की कौन सी विशेषता प्रकट होती है? അത് നിതിന്റെ പാരഗ്രാഫ് ആണ്. നിതിൻ, പരസ്പര വിശ്വാസത്തിന്റെ ബലത്തിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രാമവാസികളുടെ ഏത് പ്രകൃതമാണ് അല്ലെങ്കിൽ പ്രത്യേകതയാണ് പ്രകടമാകുന്നത്? അതിന്റെ ആൻസർ നിതിനാണ് എഴുതേണ്ടത്. നിതിന്റെ ഭാഗത്തുള്ളതാണ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, അത് എനിക്ക് അയച്ചത്. എന്നിട്ട് അത് രണ്ടും നിതിൻ അയച്ചിടുക. പിന്നെ അടുത്തത്, ജബ് തക് ഹിമാലയ രഹേഗ ഋതുവോം കെ ബദൽനെ കാ ഉല്ലാസ് ബനാ രഹേഗ. ഹിമാലയ ഉള്ളിടത്തോളം കാലം ഋതുപരിവർത്തനന്റെ ആഹ്ലാദവും നിലനിൽക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് നമ്മുടെ ബിബിന്റെ പോർഷൻ ആണ്. അത് ബിബിൻ വേണം അതിന്റെ ആൻസർ കണ്ടെത്തി ഗ്രൂപ്പിലിടാൻ. ഓക്കെ, നിങ്ങൾ ഇട്ടാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതുന്നതിന്റെ അർത്ഥവും കൂടെ ഓഡിയോ ആയിട്ട് അതിനകത്ത് ഇടുകയും വേണം. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുണ്ടായോ? പറഞ്ഞത് മനസ്സിലായോ? ഗോപിക, നിതിൻ, ബിബിൻ, നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് അത് എനിക്ക് അയച്ചു തരിക. ഉത്തരം എഴുതിയിട്ട് അതിന്റെ താഴെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതോടെ എനിക്ക് ഓഡിയോ ആക്കി ഇടുക. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ അത് ക്ലിയർ ചെയ്ത് ആ നോട്ട്സും ആ ഓഡിയോയും കൂടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞതിന് ശേഷം. പിടികിട്ടിയോ? മനസ്സിലായി. പിന്നെ എന്താണ് ഈ നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ പ്രകൃതിയെ കുറിച്ച് ഒരു ഉപന്യാസം എന്തെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കാം. കേട്ടോ? ലഘുലേഖനം എഴുതാൻ. അപ്പൊ അതിനെ പറ്റി അല്ലെങ്കിൽ അപ്പൊ ഇതെല്ലാവരും ചെയ്യേണ്ട ഒരു വർക്കാണ്. ഈ പാഠം പഠിച്ചല്ലോ. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഇല്ലെങ്കിൽ ഈ ബസന്ത് മേര ഗാവ്കയിലെ ഉത്തരാഖണ്ഡിലെ ആ നേച്ചറിന്റെ പ്രകൃതി, ആ വസന്തകാലത്തെ കുറിച്ച് എല്ലാവരും ഒരു ചെറിയ കുറിപ്പ് ഒരു പേജിൽ അല്ലെങ്കിൽ 1.5 പേജിൽ എഴുതി കാണിക്കണം. അത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഞാൻ അവിടെ ചെക്ക് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. എല്ലാവരും എഴുതണം. ഈ ലഘുലേഖനം നിങ്ങൾ സ്വയമേ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഈ പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. പിന്നെ ഗോപിക, നിതിൻ, ബിബിൻ ഇവര് 3 പേരും ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ചെയ്യണം. കാരണം ആ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ളതായതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഇനി എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ പാഠം? ആർക്കെങ്കിലും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണോ? പറയണമെങ്കിൽ പറ, നമുക്കിടെ സമയം എക്സ്ട്രാ ആവുന്നു. വേണ്ട. ഓക്കെ, ഇന്ന് ക്ലാസ് എടുത്തവർ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ, നോ അന്ന പറഞ്ഞു. ദെൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ചോദിക്കാം കുട്ടികളോട്. വേദ പ്രിപ്പയർ ചെയ്തില്ല, നിതിൻ ചെയ്തില്ല, ഓക്കെ, സാരമില്ല. ദെൻ ഗോപിക, ആര്യ, ജസ്റ്റിൻ, അമീഷ അമീഷ ഇല്ലെന്ന് പറഞ്ഞു. നോ, ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവർക്കും മനസ്സിലായ ഈ പാഠം? വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? പിന്നെ ഈ പാഠത്തിന്റെ ഓഡിയോ തരാത്തത് തന്നേക്കുന്നത് ഗോപിക, വേദ, ആര്യ, ബിപിൻ, അമീഷ. ഇത്രയും കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയോ അയച്ചു തന്നിട്ടുള്ളൂ. ഇത്രയും കുട്ടികളുടെ ബാക്കി, അതായത് ആൻ, ജസ്റ്റിൻ പിന്നെ എന്നെ നേരിട്ട് പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ ജസ്റ്റിൻ, ആൻ, പിന്നെ നിതിനും പറഞ്ഞു ഓഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റിൻ, ആൻ, ഇവർ രണ്ടുപേരും അല്ലേ? അതെ, ജസ്റ്റിനും ആനല്ല അന്ന ഇവർ രണ്ടുപേരും എനിക്ക് ഓഡിയോ അയച്ചു തരണം. ഇനി അനീഷയുടേത് കിട്ടുമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ ഓഡിയോ ഇട്ടേക്കാം. അപ്പൊ ഞാനത് ഇന്നത്തെ ക്ലാസ്സിന്റെ ഓഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിനകത്തോട്ട് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ അത് ഓർഡറിൽ കേൾക്കുക. കേട്ടോ? അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും സെമിനാർ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അഭിഷേകിനാ കൂടുതൽ ഇഷ്ടപ്പെട്ട. നീ പോവാൻ വരട്ടെ. അഭിഷേകിന് ഞാനൊരു ടാസ്ക് തരുന്നുണ്ട്. ഇനി സെമിനാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് എടുത്തവരോ അതോ പുതുതായിട്ട് എടുക്കാൻ? ഗായത്രി ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഗായത്രി ഇല്ലാത്തത് കൊണ്ട് ഗായത്രി, ഷാരോൺ, പവിത്ര ഇവരൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. പിന്നെ ഇന്ന് എടുത്തവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചോദിക്കാം, ഞാൻ തരാം. ആർക്കെങ്കിലും വേണോ?
ഇനി ലാസ്റ്റ് ചാപ്റ്ററാ നമ്മുടെ. അഭിഷേക് പോകരുത്, അഭിഷേകിന് ടാസ്ക് ഉണ്ട്. ആർക്കെങ്കിലും sir. വേണോ? ഓക്കെ അഭിഷേക്, ആർക്കെങ്കിലും വേണോ? അതുപോലെ അശ്വിനിയും പോകരുത്. നിങ്ങളോട് ഞാൻ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് സാധിച്ചില്ല. അപ്പൊ അശ്വിനിയും അഭിഷേകും കഴിഞ്ഞ ദിവസം അവർക്ക് സെമിനാർ കൊടുത്ത് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു, സമയം ഓവർ ആയതുകൊണ്ട്. അവർക്ക് രണ്ടുപേർക്കും വേറൊരു സെമിനാർ ഉണ്ട്. വേറെ ആർക്കെങ്കിലും വേണോ ഇന്ന് എടുത്തവർക്ക്? അച്ചു വേണോ? വേണ്ട സാറേ. വേണ്ട. ബിബിൻ ഒരെണ്ണം എടുത്തല്ലോ, അതുകൊണ്ടാ. ബിബിൻ വേറെ 3 ലൈനേ നീ എടുത്തോളൂ. നിനക്ക് വേണോ? വേണം. അത് അഭിഷേക് ആണല്ലോ മറുപടി പറഞ്ഞേ. ബിബിൻ പറയട്ടെ. ഓക്കെ, ബിബിന് തരാം. ദെൻ ആൻഡ്രോസ് ഷിജു, ആനില്ലായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇല്ലായിരുന്നു. അപ്പൊ വേണോ? സമയം വേണോ? കിട്ടുമെന്ന് അറിയത്തില്ല. എന്നെ സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയും കൂടെ തുടങ്ങുന്നുണ്ട്. ഓക്കെ. ദെൻ അശ്വിനിക്കുണ്ട്. അശ്വിനിക്ക് എന്തായാലും അശ്വിനി പോവരുത്. ദെൻ ഗായത്രി വേണ്ട. എന്റെ 2 ക്ലാസ്സിൽ ഗായത്രി ഇല്ലായിരുന്നു. ദെൻ പവിത്ര ഷാരോൺ വേണോ? ഓക്കെ, ഷാരോണിന് തരാം. പവിത്ര കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ വേണോന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഇന്ന് ക്ലാസ് എടുത്ത ആർക്കെങ്കിലും വേണോ? ഗോപിക, ആര്യ, വേദ, നിതിൻ, ജസ്റ്റിൻ, അമീഷ, അന്ന, ആർക്കെങ്കിലും വേണോ? അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു. ദെൻ ആർക്കെങ്കിലും വേണോ? ടീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ഗോപികയും ആര്യയും ടീച്ചർ പ്രൊഫഷനിലാണ് താല്പര്യം.